ആനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ഉദ്ഘാടനത്തിനിടെ മന്ത്രി റിയാസിന് കൂവല്. അങ്ങനെ തന്നെ വേണം. ആരും വില തരില്ല. ഒന്നും നോക്കണ്ട, ഊവി കുടലെടുത്തോ. ഞാൻ പറയുമ്പോ കല്ലേറ് തുടങ്ങിയാ മതി. കൂടാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്റെ തൊഴിൽ പോയി. എന്തിനാണോ പോയി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. വേഗം പോണം. വണ്ടിക്കറി അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. സന്തോഷായി, നല്ല സന്തോഷായി. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടോ, എനിക്ക് വേറെ ചില കാര്യങ്ങളോട്. സിവിൽ സ്റ്റേഷന് മുമ്പിൽ രാവിലെ മുതൽ തന്നെ UNAയുടെ നേതൃത്വത്തിൽ നഴ്സുമാർ, നൂറുകണക്കിന് നഴ്സുമാർ അവിടെ എത്തി പ്രതിഷേധം നടത്തുന്നുണ്ട്. ആ പ്രതിഷേധത്തിന് മുൻപിലൂടെ ആ തുറന്ന വാഹനത്തിൽ ജീപ്പിൽ റിയാസ് പോകുമ്പോഴാണ് സമരവേദിയിൽ നിന്നും കൂക്കിവിളി ഉണ്ടായത്. ഈ സമീപകാലത്ത് കൂവൽ വലിയ വിഷയമായത് ടി സിദ്ദീഖിന് വയനാട്ടിൽ കൂവലുണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. എടോ, പാടത്ത് പണി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, പാടത്ത് പണി വരുമ്പത്ത് കൂലി. ഇതിപ്പോ സർക്കാർ ഈ 40,000 എന്ന അടിസ്ഥാന ശമ്പളം തീരുമാനിക്കാനുള്ള നടപടികൾക്ക് സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്നൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയതാണോ അതോ സ്വകാര്യ ആശുപത്രികൾക്കെതിരെയാണ് സമരമെങ്കിൽ കൂടി സർക്കാർ ഈ വിഷയത്തിൽ അവർക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ വേതന വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ള പുതിയ തീരുമാനം, വിജ്ഞാപനമൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി അത് അപര്യാപ്തമാണ് എന്നാണ് ഇപ്പോൾ നഴ്സുമാർ കുറ്റപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ മാലാഖമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സർ. വിളിക്കുന്നവരാരും മാലാഖമാരുടെ വീട്ടിലെ അവസ്ഥ ചോദിക്കാറില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ല. റിയാസ് ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് അഭിവാദ്യം ചെയ്തിരുന്നു, പക്ഷേ പോവുകയാണെന്ന് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി. അതിൽ സർക്കാരിനും അവർ പ്രതികൂട്ടിൽ നിർത്തുന്നുണ്ട്. സർക്കാർ ഈ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നൊരു വിമർശനമുണ്ട്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം, അത്തരം വിമർശനത്തിന്റെ ചൂട് തന്നെയായിരിക്കാം റിയാസിനും ലഭിച്ച. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. സന്തോഷായി.